ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് കൊത്തു ബ്രെഡാണ് ഉണ്ടാക്കണത്. ബ്രെഡ് മാത്രമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ആർക്കും അത്ര ഇഷ്ടാവില്ലല്ലോ. അപ്പൊ ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും ചെയ്യും. അതേപോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ചെയ്യും. അതേപോലുള്ളൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത്. അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കൊത്തു ബ്രെഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ ബ്രെഡ് ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ ഗരം മസാല ഞാനൊരു ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് വേണം. പിന്നെ കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സവാള അതേപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ വേണം. അതേപോലെ ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. എന്നാലും നമുക്ക് ഉണ്ടാക്കാനൊക്കെ നോക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഈ ഉള്ളി നമ്മൾ സവാള ചെറുതാക്കി നുറുക്കി വെച്ചിട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വറഞ്ഞ് വരട്ടെ. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ ചെറുതാക്കി നമ്മൾ ഇഞ്ചി നുറുക്കി വെച്ചിട്ടില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടോളൂ കേട്ടോ. ഞാനിവിടെ അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ചെറുതാക്കിയിട്ട്. അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ഇങ്ങോട്ട് ആയി വന്നാൽ ഈ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്നും ഇങ്ങോട്ട് വഴണ്ട് വരട്ടെ. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്നുകൊണ്ട് വഴണ്ട് വരട്ടെ. ഒന്നിങ്ങോട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഓരോന്നോരോന്നാണ് ഇട്ട് കൊടുക്കാം. തീയൊന്ന് കുറയ്ക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ, നമ്മളെ ചിക്കൻ മസാല എല്ലാതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഒന്നിങ്ങോട്ട് വളർന്നു വരട്ടെ. ഇന്ന് പച്ചമണം അങ്ങോട്ട് മാറി വരട്ടെ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഒന്നുകൊണ്ട് വളർന്നു വരട്ടെ. ഇനി നമുക്കിത് ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് നല്ലോണം ഇത് കുറച്ചതിന് ശേഷം സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ മുട്ട ഇങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. രണ്ട് മുട്ട അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതൊന്നും ഇങ്ങോട്ട് ചിക്കി പരത്തി കൊടുക്കാം. ഒന്നും കൂടെ ആയി വരട്ടെ. ഈ ഉള്ളിയും ഇതൊക്കെ ഞാനൊരു സൈഡിലേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചു വിട്ടാ. ഒന്നും കൂടെ ആയതിനു ശേഷം നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇങ്ങോട്ട് ഇറക്കി കൊടുക്കാം. ഒന്നും കൂടി ഉണ്ടാവട്ടെ. അതിന് ശേഷം ഇനി എല്ലാം കൂടി അത് ഇറക്കി കൊടുക്കാം. ഞാനിവിടെ ഈ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് ഇതേപോലെ ഇങ്ങോട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ഭാഗം കളഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടുണ്ട് എല്ലാം കൂടി ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം. കുത്തിയിട്ട് ഇങ്ങോട്ട് ശരിയാക്കാം.
കണ്ടില്ലേ? ഇതേപോലെ കുത്തി 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 കുത്തിയിട്ട് അങ്ങോട്ട് ശരിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിത് വാങ്ങിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ നമ്മുടെ കൊത്തു ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതുമാണ്. കുട്ടികൾക്കൊക്കെയും വളരെ ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.